ഹായ് ഓൾ. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? 2 ദിവസമായിട്ട് എനിക്ക് പനി ആയതുകൊണ്ട് ഒട്ടും പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഒരുപാട് തുണി ഉണ്ടായിരുന്നു അലക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ വിചാരിച്ചു ഇന്ന് എന്തായാലും അലക്കിയേക്കാമെന്ന് കരുതി ആദ്യത്തെ ട്രിപ്പ് തുണി ഇട്ടു കേട്ടോ. അതൊന്ന് അലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണക്കാനിട്ടു. അതിനു മുമ്പ് കാലത്ത് തന്നെ വാവയുടെ തുണികളൊക്കെ ഞാൻ കൈ തിരുമ്മി ഒക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നനവ് മാറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കണം കേട്ടോ. എന്നാലും എനിക്ക് ചില തുണികളൊക്കെ അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ വാവയും ചേട്ടനൊക്കെ കൂടി ഇരുന്ന് ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കാണ്ട്. കാരണം ഒരു 10 മിനിറ്റ് കൂടുതൽ എന്നെ കാണാണ്ടിരിക്കില്ല കേട്ടോ. അപ്പം തന്നെ കാഴ്ചയിൽ തുടങ്ങും. അപ്പോൾ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ആ സമയം കൊണ്ട് എനിക്ക് പണികളൊക്കെ തീർക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചടപടയെന്ന് പണികൾ ചെയ്യാം കേട്ടോ. ഇന്നൊരു തട്ടിക്കൂട്ട് ലഞ്ചാണ് കേട്ടോ. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്ക് ഊണഴിക്കാനുള്ളൂ. അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിനിടയിൽ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അതും ഇങ്ങോട്ട് കഴുകി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ. അത് കാരണം അത് അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി. അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളായാൽ പിന്നെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ അപ്പാപ്പം ഉള്ള പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി മാറ്റിക്കഴിഞ്ഞാൽ വലിയൊരു പണി അങ്ങോട്ട് തീർന്നു എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. പുട്ടുകുറ്റി ഞാൻ അപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലല്ലെങ്കിൽ പിന്നെ ഉരച്ചാൽ പോകത്തില്ല. അപ്പോൾ അതും അങ്ങോട്ട് കഴുകി അങ്ങോട്ട് മാറ്റി ഇനി കറിക്കുള്ള പരിപാടി അങ്ങോട്ട് നോക്കാമെന്ന് വെച്ചു. ചെറുപയറാണ് കേട്ടോ വേവിക്കാൻ വെക്കണേ. കാരണം ഇന്നൊരു ചെറിയൊരു വെജ് മെനു ആണ്. ഇത് വാവയ്ക്ക് വേണ്ടിയിട്ട് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഇതാണ് കേട്ടോ, പയർ. നല്ല പയറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. കല്ലൊന്നും ഇല്ലാത്തൊരു നല്ല പയറാണ്. അപ്പോൾ അതങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ട് ഇനി കുറച്ച് തുണികൾ വിരിക്കാനുണ്ട്. അപ്പോൾ അതങ്ങോട്ട് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി അതോട് കഴിയുമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും പണികൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പണി വേറെ ചെയ്യുമ്പോൾ അടുത്ത പണിയും കൂടി അതിനിടയിൽ ചെയ്യാൻ നോക്കും കേട്ടോ. എന്നാലേ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരുള്ളൂ. കുഞ്ഞാവുകളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാമല്ലോ, നമ്മൾ അറ്റ് എ ടൈം 2-3 പണികൾ എടുത്താലേ പെട്ടെന്ന് തീരുള്ളൂ എന്ന്. അതിനിടയിൽ വാവ് ഭയങ്കര കരച്ചിലായി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് നേരം കളിപ്പിച്ച് ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോയാൽ കുറച്ച് നേരം കൂടിയും കിടന്നോളും. അങ്ങനെ വാവനപ്പോൾ എടുത്ത് കളിപ്പിച്ചപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് നേരം എന്നെ കാണാണ്ടിരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബഹളമായാണ്. അവിടെ കിടന്ന് നല്ല കരച്ചിലായിരിക്കും. കൈ എപ്പോഴും വായിലാണ് കേട്ടോ. അത് കാരണം മുഖത്തൊക്കെ തൊപ്പല. നല്ല രീതിക്ക് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അടുക്കളയ്ക്ക് പോയിട്ടോ. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ കുറച്ച് നേരത്തേക്ക് മിണ്ടിയില്ല കേട്ടോ. ഇനി നമുക്ക് ആ പയർ വേവിച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് താളിച്ചെടുക്കാം. സവാളയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് റെഡിയാക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ തൈര് ഞാൻ പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ. എനിക്ക് ഈ ഉപ്പ് മാത്രം ഇടണതാണ് ഇഷ്ടം. പലയിടത്തും വേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് ഇതാക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ഇങ്ങനെ തൈര് വെറുതെ ഉപ്പിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കൂടി വറുത്തെടുത്ത ചോറുണ്ടാം. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ വാവ അവിടെ കിടക്കുന്നുണ്ട്. വാവനെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച് ഇന്നത്തെ ലഞ്ച് അങ്ങനെ